മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും വിദേശത്ത് പോയത് സ്വന്തം ചെലവിലെന്ന് വിവരാവകാശ രേഖ. ദുബായ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിൽ 12 ദിവസമാണ് മുഖ്യമന്ത്രി ചെലവഴിച്ചത്. ഇതിനായി സർക്കാർ ഖജനാവിൽ നിന്ന് പണം മുടക്കിയിട്ടില്ലെന്നാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത്. ഭാര്യ കമല വിജയനും കൊച്ചുമകനുമായിരുന്നു മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നത്. യാത്രയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരോ സർക്കാർ ഉദ്യോഗസ്ഥരോ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസിന്റെയും KB ഗണേഷ് കുമാറിന്റെയും യാത്ര സ്വന്തം ചിലവിലായിരുന്നു. മെയ് 6-നാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത്. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശയാത്രയ്ക്കെതിരെ രൂക്ഷമായ വിമർശനവും ഗുരുതരമായ ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. വിദേശത്ത് സ്വകാര്യ സന്ദർശനം നടത്താൻ പണം എവിടെ നിന്നാണെന്നാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ ചോദിച്ചത്. വിദേശയാത്രയെ സംബന്ധിച്ച് മുൻകൂട്ടി അറിയിപ്പുകളില്ലാത്തത് ദുരൂഹമാണെന്നും യാത്രയുടെ സ്പോൺസറെ വെളിപ്പെടുത്തണമെന്നും BJP നേതാവും കേന്ദ്രമന്ത്രിയുമായ V മുരളീധരനും ആവശ്യപ്പെട്ടു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ടും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പാർട്ടി മത്സരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വോട്ട് തേടുമ്പോൾ മുതിർന്ന PB അംഗവും രാജ്യത്തെ ഏക ഇടതു മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ വിദേശത്ത് അവധി ആഘോഷിക്കാൻ പോയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ആരോപണങ്ങൾക്ക് മറുപടിയുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം കെട്ടുകഥകളാണെന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. വിദേശ സന്ദർശനം നേരത്തെ അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി തിരിച്ചെത്തിയിരുന്നു. നവകേരള യാത്രയ്ക്കായി കഠിന പ്രയത്നം ചെയ്ത മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ജോലിയാണ് ചെയ്തത്. അദ്ദേഹത്തിന് വിശ്രമിക്കാൻ അവകാശമുണ്ട്. 6 ദിവസം കൊണ്ട് ഭൂമി ഉണ്ടാക്കിയ ദൈവം പോലും 7-ാം ദിവസം വിശ്രമിച്ചില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. 1.25 ലക്ഷത്തോളം രൂപ മാസ ശമ്പളമുള്ള മുഖ്യമന്ത്രിക്ക് വിദേശത്ത് പോകാൻ എവിടെ നിന്നാണ് പണമെന്ന് ചോദിക്കുന്നതിൽ എന്തർത്ഥമാണ്? മുൻപും മന്ത്രിമാർ വിദേശ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അന്നൊന്നും വിവാദം ഉണ്ടായിട്ടില്ലെന്നും AK ബാലൻ പറഞ്ഞു. വിദേശ സന്ദർശനം നേരത്തെ അവസാനിപ്പിച്ച് മെയ് 18-ന് പുലർച്ചെ 3:15-നുള്ള വിമാനത്തിൽ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. എന്തുകൊണ്ട് യാത്ര നേരത്തെ അവസാനിപ്പിച്ച് മുഖ്യമന്ത്രി തിരിച്ചെത്തി എന്നുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്.